വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഞാനൊരു മട്ടൻ ബിരിയാണി എക്സ്പേർട്ടാണ്. ഞാനൊക്കെ ഒരുപാട് രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള അധികം പൊടികളൊന്നും ചേർക്കാതെ നമ്മുടെ വെള്ള കളറിലെ ചോറൊക്കെയുള്ള മട്ടൻ ബിരിയാണി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം മറക്കണ്ട. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പം നമുക്ക് ഈ ടേസ്റ്റി മട്ടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ നമ്മൾ 1 കിലോ മട്ടനുള്ള റെസിപ്പിയാണെന്ന് പറയുന്നത്. ഞാനിവിടെ വലിയ പീസായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ആദ്യം മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. വലിയ ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അതിന് പകരമായിട്ട് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ കുരുമുളക് പൊടിയല്ല, നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് കുക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ഗ്രാമ്പും 1 കഷ്ണം പട്ടയും 1 ഏലക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത മട്ടൺ 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും, ഫ്രീസറിൽ വെക്കരുത്. അപ്പോൾ ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കുക്കറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിലിനാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ മുഴുവനായിട്ടും ഇത് കുക്ക് ചെയ്തെടുക്കുന്നില്ല, ഒരു 1/4 വേവൊക്കെ ആയാൽ മതിയാകും. വേവുള്ള മട്ടൻ ആയതുകൊണ്ട് ഞാനിവിടെ 4 വിസിലിനാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ സമയത്ത് മുഴുവനും ഇത് കുക്ക് ചെയ്തെടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയുള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഉരുകി കഴിയുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്ക് 1 പിടി അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വീർത്ത് കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാം. ഫ്ലെയിം ലോയിൽ വേണം അണ്ടിപ്പരിപ്പും കിസ്മിസും വറുക്കുമ്പോൾ വെക്കാനായിട്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി മീഡിയം ഹൈയിലേക്ക് മാറ്റുക. നല്ല നൈസായിട്ട് അരിഞ്ഞ് 3 സവാളയുള്ളി ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ മാത്രം ഒന്ന് വറുത്തെടുക്കുക. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇതെങ്കിലും ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വെക്കരുത്. ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് കോരി മാറ്റുക. അപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയുള്ളിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തലേന്ന് തന്നെ ചെയ്തു വെക്കാവുന്നതാണ്. ഇനി നമുക്ക് മട്ടൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് 3 വലിയ സവാള വേണം. തീരെ ചെറുതായതുകൊണ്ടാണ് ഞാൻ 5 എടുത്തിരിക്കുന്നത്. 6-7 എരിയുള്ള പച്ചമുളക് വേണം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള 2 ഇഞ്ചി കഷ്ണവും 10-12 അല്ലി വെളുത്തുള്ളിയും വേണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിതുപോലെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് അറ്റം മാത്രം സ്ലിറ്റ് ചെയ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് 3 മീഡിയം സൈസിലുള്ള തക്കാളി വേണം. വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം മാത്രം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 2 ചെറിയ പിടി മല്ലിയിലയും 1 ചെറിയ പിടി പുതിനയിലയും വേണം. മല്ലിയിലയുടെ പകുതിയാണ് നമ്മൾ പുതിനയില എടുത്തിരിക്കുന്നത്. 2 നമ്മൾ അരിഞ്ഞൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ മസാല തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഉള്ളി വറുത്ത അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം, 2 ചെറിയ കഷ്ണം പട്ട, 3-4 ഗ്രാമ്പു, 4 ഏലയ്ക്ക, 3-4 പീസ് ബേ ലീവ്സ് ഇത്രയും ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ നല്ലൊരു മണം വരുന്നിട വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം. സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിത് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഉള്ളിയെല്ലാം നല്ല വഴൻ്റെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാല ഉണ്ടാക്കുന്ന റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബിരിയാണി മസാല നേരത്തെ വറുത്ത് പൊടിച്ച് വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ സമയത്ത് തന്നെ വറുത്ത് പൊടിക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് എത്രയൊക്കെ അളവെടുക്കണം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അവിടെ നോക്കി അത്രയും എടുത്ത് വറുത്ത് പൊടിച്ചാൽ മതി. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സ്പൈസസ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബിരിയാണി മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു 30 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയിൽ നിന്ന് 1 പിടി വറുത്ത ഉള്ളി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ പകുതി നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക.
നമ്മുടെ ബിരിയാണി മസാല വറുത്ത് പൊടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അത് വറുത്ത് പൊടിക്കാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നോക്കിയിട്ട് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മട്ടൻ പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കുറേ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഈ സമയത്ത് വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മട്ടനും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. കറി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ മസാലയൊക്കെ നല്ല കുറുകി വരുന്ന മട്ടനൊക്കെ നല്ല വെന്ത് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ മട്ടനൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. തുറന്ന് വെച്ചൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ നല്ല മസാല പുരണ്ടിരിക്കുന്ന ഒരു പരുവാവും. ആ ഒരു പരുവം വരെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ആയി കിട്ടും. വെള്ളമൊന്നും കാണരുത്. നല്ല മസാല പുരണ്ടിരിക്കുന്ന മട്ടനായിരിക്കണം. അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. ഞാനിവിടെ 700 ഗ്രാം ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള റൈസ് എടുക്കുക. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ ഒരു 3/4 കിലോ തികച്ചെടുത്തിട്ടില്ല. ഇത് നല്ലപോലെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇതൊക്കെ വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് മാത്രം കുതിർക്കുക. അതിനുശേഷം നമ്മളിത് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. അതിൽ കൂടുതൽ നേരം വെള്ളത്തിലിട്ടേക്കരുത്. സാധാരണ ചോറ് വെക്കുന്ന പോലെയാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. അതിനായിട്ട് കലത്തിൽ 3/4 ഭാഗത്തോളം നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട്. ആവി ഒന്ന് തുടങ്ങുമ്പോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം, 5-6 ഗ്രാമ്പു, 2-3 ചെറിയ കഷ്ണം പട്ട, 4 ഏലയ്ക്ക, കുറച്ച് ബേ ലീവ്സ്, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. തങ്ങളിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ലപോലെ അറിയണം. ഉപ്പ് മുന്നിൽ നിൽക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചോറിൽ കറക്റ്റ് പാകത്തിന് ഉപ്പ് കിട്ടത്തുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വെട്ടിത്തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്താൽ 1 മിനിറ്റ് എടുക്കുമെന്ന് തിളയ്ക്കാനായിട്ട്. അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് മീഡിയം ലോയിൽ വെച്ചിട്ട് വേണം ചോറ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് അരമുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് മുഴുവനായിട്ടും അങ്ങ് വേവിക്കില്ല. ഒരു 3/4 വേവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് വെന്ത് കിട്ടും. അപ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുക. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്താൽ ഉടനെ തന്നെ ഇത് ഊറ്റി മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ചൂടിൽ കിടന്ന് മൊത്തം വെന്ത് പോകും. ഊറ്റിയാൽ ഉടൻ തന്നെ തുറന്ന് ഇതുപോലെ ചൂട് പോകുന്ന രീതിയിൽ പാത്രത്തിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ചൂടിലങ്ങത് പിന്നെയും വെന്ത് പോകാൻ സാധ്യതയുണ്ട്. പ്ലേറ്റിൽ നിരത്തിയിട്ടാലും മതിയാകും. അപ്പോൾ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. അതിനായിട്ട് നമുക്ക് ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ബിരിയാണിക്ക് നല്ല മണം കിട്ടാനായിട്ട് സഹായിക്കും. കാരണം നമ്മളിത് ലേയേഴ്സിലെല്ലാം ഇട്ട് കൊടുക്കുമല്ലോ. ഇത് കൂടാതെ നമുക്ക് ലെയറിലിടാനായിട്ട് കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും കൂടി വേണം. അപ്പോൾ നമ്മൾ ലെയർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ദാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്ത് ദം ചെയ്യണം. അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് വേറെ തവയൊന്നും ഇല്ലെങ്കിൽ പോലും ഇതുപോലെ തക്കാളി സ്ലൈസ് ചെയ്ത് അടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കുന്നത് ഒഴിവാക്കാം. നമ്മുടെ ബർണറിൻ്റെ മുകളിൽ വരുന്ന അത്രയും ഭാഗത്ത് മാത്രമായിട്ട് തക്കാളി വെച്ചാലും മതിയാവും. തക്കാളി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ മാത്രമായിട്ട് കുറച്ച് ചോറ് വിതറി കൊടുക്കാം. അപ്പോൾ അടിയിൽ വെക്കാൻ വേറെ തവയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാതെ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ അത്രയും ഭാഗത്ത് മാത്രമായിട്ട് ചോറ് വിതറി കൊടുക്കുക. ചുറ്റിനുമായിട്ട് നമുക്ക് മട്ടൻ ഇട്ട് കൊടുക്കുക. അപ്പം മൊത്തം മട്ടനും അടിയിലിട്ട് മുകളിൽ ഒരു പ്രാവശ്യം മാത്രം ലെയർ ചെയ്ത് ദം ചെയ്യുന്നതിനെക്കാട്ടി എപ്പോഴും 1-2 ലെയറെങ്കിലും നമ്മൾ ഓൾട്ടർനേറ്റ് ചെയ്തിട്ട് ദം ചെയ്യുമ്പോൾ തന്നെയാണ് നല്ലൊരു ഫ്ലേവറൊക്കെ ഇൻഫ്യൂസ് ചെയ്ത് കിട്ടുന്നത്. ചോറും മട്ടനും ഇട്ട് ലെയറിൻ്റെ മുകളിലായിട്ട് കുറച്ച് വറുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ബിരിയാണിയിൽ കുറേ നെയ്യൊക്കെ ഇട്ടുണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇനിയും റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് ലെയർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതിനു മുന്നേ നമ്മളൊരു ചിക്കൻ ബിരിയാണി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ ദം ചെയ്യും. അതിലൊരു ട്രിക്കുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കണ്ട. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നെയ്യും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഈ സമയത്ത് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെക്കണം. നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മളിത് വെച്ചുകൊടുക്കാനായിട്ട്. ആ സമയത്ത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കുക. ഒരു മീഡിയം ലോയിലേക്ക് മാറ്റി ആ ഒരു ഫ്ലെയിമിലാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത്. എത്രയും നേരം ദം ചെയ്യുന്നോ അത്രയും നല്ലതാണ്. ഞാനൊരു 3/4 മണിക്കൂർ ദം ചെയ്തിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ദം ചെയ്യുന്നതാണ് നല്ലത്. അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്
ഒരു 20 മിനിറ്റെങ്കിലും നമ്മൾ അങ്ങനെ ഓഫ് ചെയ്ത് ഫ്ലെയിമിൽ അടച്ച് തന്നെ വെച്ചേക്കുക. നമ്മൾ ബിരിയാണി സെർവ് ചെയ്യേണ്ടതിനും 1 മണിക്കൂർ മുന്നേ എങ്കിലും ബിരിയാണി തയ്യാറാക്കി വെക്കുകയാണെങ്കിലാണ് അത്രയും നല്ല ടേസ്റ്റേ കിട്ടുന്നത്. ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്ന ബിരിയാണി രാത്രിയിലൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ പിറ്റേന്ന് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയൊരു റെസിപ്പി വീഡിയോ അല്ലെ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.